نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور وليم. نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور وليم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. قد رجونا كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور وليم. كل إفريت بشيطان بجن مارد أذهبا ونجنا يا قطبنا مدبور وليم. كل كم كروبات كشفتم عن حزين تائه فاكشفا عنا الردايا شيخنا مدبور وليم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. يا سيدي سندي غوثي ويا مددي كل ظاهرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله
والذين آمنوا معه متى نصر الله ألا إن نصر الله قريب صدق الله العلي العظيم. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നിറഞ്ഞ നല്ലവരായ മദനീയം കുടുംബങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ എന്ന വിഷയത്തിലാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, സന്ദർഭത്തിനോട് യോജിച്ചു വരുന്ന കാര്യങ്ങൾ സന്ദർഭോചിതമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയുകയും ചൊല്ലുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. നതവസ്സൽ ബിൽ ഹുബാബ വൽബതൂലിൽ മുസ്തത്വാബ വന്നബി ثم الصحابة فعسى دعوى مجابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. أعلم زوجاتي قادرا قد تلاقت منه أمرا خطبت أحمد بكرا غنمت منه شبابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. آرينا إنا زوج الرسول إنها أم البتول فوق تصوير العقول مجدها تلك الحباب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ റബ്ബേ. ഈമാന് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഖൈർ ചൊരിയണേ അല്ലാഹ്. സമാധാനം നൽകണേ റബ്ബേ. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഈമാനോടുകൂടെ ജീവിച്ച്
ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. മനസ്സിന്റെ അകത്തളങ്ങളിൽ എന്തെല്ലാം വേദനകളുണ്ടോ ആ വേദനകളെല്ലാം നീ പരിഹരിക്കണേ അല്ലാ. ഈമാന് തന്ന് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളെ ഉലൂമുകളെ പഠിക്കലും നല്ല അറിവുള്ളവരാവലും ധാരാളം അറിവുകൾ നേടലുമെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ധാരാളം ഇൽമ് പഠിക്കാനും ആ ഇൽമനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും ലഭിക്കണം. അതിനാണ് സമ്പൂർണമായി നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും വലിയ ആഗ്രഹം, നിങ്ങൾക്ക് എന്താവണമെന്ന് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. എന്താവാനാണ് ആഗ്രഹം? പലരും പല മറുപടികളും പറയും. യഥാർത്ഥത്തില് മഹാന്മാരായ ആളുകളോടൊക്കെ ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞ മറുപടി മരിക്കുമ്പം നല്ല ഈമാനോടെ മരിക്കണം എന്നതാണ്. ഹുസ്നുൽ ആഖിബത്ത് വേണം എന്നാണ് അവരൊക്കെ ആഗ്രഹിച്ചത്. നല്ല മരണം, ഈമാനുള്ള മരണം. ചില മഹാന്മാരോട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ സുജൂദിൽ വെച്ച് മരിക്കണം, ചിലര് മദീനയിൽ വെച്ച് മരിക്കണം, ചിലര് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം. അങ്ങനെ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോ എനിക്ക് നല്ല ആഖിബത്ത് നന്നായി മരിക്കണം എന്നതാണ് ഓരോരുത്തരുടെ ആഗ്രഹം. നമ്മളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കും പറയാനുള്ളത് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണം എന്നതാണ്. റമളാനിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ വിട പറയുകയാണ്. എത്ര ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ആ ഒരു ആവശ്യം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എത്ര ആളുകൾ അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് തന്റെ ആ ആവശ്യങ്ങളെ ചോദിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, പല വിഷയങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഹുസ്നുൽ ആഖിബത്താണ്. അവസാന സമയം ഈമാൻ കിട്ടി മരിക്കലാണ്. അതിനുവേണ്ടി അള്ളാഹിനോട് നന്നായി ചോദിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് നന്നായി റബ്ബിന്റെ മുന്നിൽ കരയണം. അള്ളാഹുവേ, നിങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം, അതാണ് ഏറ്റവും വലിയ വിഷയം. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ ഈമാനുള്ള മരണം ഉണ്ടാകും. മഹാരഥന്മാരായ കഴിഞ്ഞ മഹാന്മാരൊക്കെയും അവരെല്ലാവരും ജീവിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ സ്വർഗം കിട്ടും, നരകത്തിൽ നിന്ന് കാവലാകും. ചില മഹാന്മാരോട് ചോദിച്ചപ്പോൾ
അവര് അള്ളാഹുവിന്റെ പൊരുത്തത്തെയാണ് ആഗ്രഹിച്ചത്. അള്ളാഹു എന്നെ പൊരുത്തപ്പെട്ടിട്ട് അള്ളാഹു എന്നെ നരകത്തിലേക്ക് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അള്ളാഹ് പൊരുത്തപ്പെട്ടാല് പിന്നെ നരകത്തിലുണ്ടാവൂല, അതുറപ്പാണ്. പക്ഷെ എന്നാലും അള്ളാഹ് പൊരുത്തപ്പെട്ടിട്ട് എന്നെ നരകത്തിലിട്ടാലും കുഴപ്പമില്ല. കാരണം അവർക്ക് നരകമല്ല വലുത്, അവർക്ക് സ്വർഗമല്ലായിരുന്നു വലുത്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്കും കിട്ടണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അതിനെ ചില കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമായില്ല. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ കർമ്മങ്ങൾ മാത്രം പോരാ. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിതം സമർപ്പിക്കുന്ന ജീവിതമാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരുന്ന പൊന്നുമോനെയും കൂട്ടി യാതൊരു പേടിയുമില്ലാതെ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പോയില്ലേ? ചെറിയ കുഞ്ഞിനെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം അറുക്കാൻ വേണ്ടി ചെന്നില്ലേ? അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ വേറെ ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചില്ല. മിനായുടെ താഴ്വാരങ്ങളിൽ സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെന്നപ്പോ അല്ലാഹ് പറഞ്ഞോ, തൃപ്തിയായി പൊരുത്തപ്പെട്ടു, മടങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല. എല്ലാം തയ്യാറായി, ബലികർമ്മത്തിന് വേണ്ടി തയ്യാറായി, കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖബറ് അതെ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുന്നതിന് മുമ്പ് മകൻ പറഞ്ഞു, വാപ്പാ എന്നെ മലർത്തിക്കിടത്തരുത്, എന്നെ കമഴ്ത്തിക്കിടത്തണം ബാപ്പാ. അഥവാ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കത്തി വെക്കുന്ന സമയത്ത് തങ്ങളുടെ ബാപ്പയുടെ മനസ്സിൽ വേറെ വല്ല ചിന്തകളും വന്നുപോയാൽ, മകനെ അറുക്കുന്നതിലുള്ള വിഷമം വന്നുപോയാൽ, അത് വരാതിരിക്കണമെങ്കിൽ എന്റെ മുഖം ബാപ്പ കാണരുത്. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണേ ബാപ്പാ എന്ന് പറഞ്ഞില്ലേ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം? ആ ചെറിയ പൊന്നുമോനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആഗ്രഹിച്ചത് എന്താണ്? അതേ അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാഹുവിന്റെ പൊരുത്തമാണ് അവരാഗ്രഹിച്ചത്. ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തമാണ് ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. എത്ര പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സഹിച്ചു, എത്ര ത്യാഗങ്ങൾ സഹിച്ചു, എത്ര ഹബീബായ തങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് കയ്യും കണക്കുമുണ്ടോ? അങ്ങനെ പിന്നീട് വന്ന മഹാന്മാരായ സ്വഹാബത്തിനെ എടുത്തു നോക്കിയാൽ അവരെല്ലാവരും വലിയ വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. സുബ്ഹാനല്ലാഹ്. സമ്പന്നനായിരുന്ന മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായപ്പോൾ കഫൻ തുണി തികയാതെ പുല്ല് വെച്ച് കെട്ടിയില്ലേ മുഅ്മിനീങ്ങളെ? എത്രയാണ് സഹിച്ചത്, എത്രയാണ് വേദനകൾ സഹിച്ചത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ പണക്കാരനായിരുന്നില്ലേ? അവസാനം
ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഒരു കഫൻ തുണി പൂർണ്ണമായി ഇല്ല. കാല് മൂടിയാൽ തല മൂടൂല, തല മൂടിയാൽ കാല് മൂടൂല. അങ്ങനെയുള്ള കഫൻ തുണി കൊണ്ട് ശരീരം കഫൻ ചെയ്യുമ്പോ അവസാനം കാല് മൂടാൻ തുണിയില്ലാത്തതിനാല് പച്ചിലകൾ വെച്ച് കാലുകൾ മൂടിയില്ലേ? സുബ്ഹാനല്ലാഹ്. ആരാണ് അങ്ങനെ? അവരെല്ലാവരും ജീവിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തം നേടാനാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചപ്പോഴാണ് അവർക്കൊക്കെ അല്ലാഹു പൊരുത്തം കൊടുത്തത്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയവരാകാൻ നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്തത്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പ്രയാസങ്ങളും വേദനകളും സഹിച്ചപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗം നൽകിയത്, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടത്. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? കേവലം ശീതീകരിച്ച റൂമിൽ കിടന്നതുകൊണ്ടാണോ? അല്ല, ത്യാഗങ്ങൾ ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തപ്പോ അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയാണ്. അല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഇങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിലായി ത്യാഗങ്ങൾ സഹിക്കുന്നവര് ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്നവര്, വിഷമിക്കുന്നവര്, പ്രയാസപ്പെടുന്നവര്, അല്ലാഹുവിന് വേണ്ടി അല്ലദീന ജാഹദൂ ഫീനാ, അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ, ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവർ, ആത്മാർത്ഥമായി അതിനു വേണ്ടി അധ്വാനിക്കുന്നവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ മാർഗത്തിലായി അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയാണ്. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു മുഹ്സിനീങ്ങളുടെ കൂടെയാണ്, അല്ലാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ്, അല്ലാഹു നന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെയായി നമ്മൾ മാറണേ. അമ്മ ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മുഅ്മിനീങ്ങളെ, അത് നമുക്ക് ലഭിക്കണമെങ്കിലോ ത്യാഗങ്ങൾ സഹിക്കണം. കേവലം കിടന്നുറങ്ങൽ മാത്രം പോരാ, ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാവണം. അല്ലാഹുവിന് വേണ്ടി ജീവിതം ചെലവഴിക്കണം. വലിയ യുദ്ധങ്ങൾ ചെയ്യാൻ പോകണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. പിന്നെ നമ്മൾ എവിടെയാണ് ത്യാഗം ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളില്ലേ?
അവരെ നമ്മൾ സഹായിക്കണ്ടേ, അവർക്ക് പിന്തുണ കൊടുക്കണ്ടേ, അവരുടെ കൂടെ നമ്മൾ കൂടണ്ടേ, അവർക്ക് നമ്മൾ സഹായമാകണ്ടേ, അവർക്ക് നമ്മൾ ശക്തി പകരണ്ടേ. അതിനാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുന്നത്. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകേണ്ടി വരും. വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ചെറിയ ത്യാഗപൂർണമായ ജീവിതം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അങ്ങനെയാണ് മഹാന്മാരൊക്കെയും അത് നേടിയെടുത്തത്. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യമേറിയ രാവ് നമുക്ക് ലഭിക്കണ്ടേ, ആ രാത്രിയിൽ നമുക്ക് ആനന്ദിക്കണ്ടേ, അള്ളാഹുവിലേക്ക് അടുക്കണ്ടേ. ആ ത്യാഗപൂർണമായ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 5 വക്ത് നിസ്കാരം. നിസ്കാരം ഒഴിവാക്കുക എന്നത് മുഅ്മിനായ മനുഷ്യന് ഭൂഷണമല്ല. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് 5 വക്ത് നിസ്കാരം. അല്ലാഹുവേ, കൃത്യമായി അത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിസ്കാരം ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അമലാണ്. ആ അമല് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാണ്. 5 വക്ത് നിസ്കാരവും കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങൾ പൂർണ്ണമായി നിസ്കരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാള് നിസ്കരിക്കുന്നവനാണോ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാള് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ അയാൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നൂറുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയുണ്ട്. ومن لم يحافظ عليها لم يكن له نور ولا برهان ولا نجاة. ഒരാൾ നിസ്കരിക്കുന്നില്ലേ അള്ളാഹുവിന്റെ കാവല് അയാൾക്കുണ്ടാവൂല, അള്ളാഹുവിന്റെ നൂറ് അയാൾക്ക് ലഭിക്കൂല, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷ അയാൾക്കുണ്ടാവൂല. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ വഫിർഔൻ വഹാമാൻ വഉബൈ ഇബ്നു ഖലഫീൻ.
റവാഹുൽ ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ നിസ്കരിക്കുന്നവനാണെങ്കിൽ അല്ലാഹുവിനെ അയാൾക്ക് ഇഷ്ടമാണ്, അല്ലാഹുവിനെ അയാൾ ഇഷ്ടമാണ്. ഒരാൾ നിസ്കരിക്കാത്ത ആളാണെങ്കിലോ അയാള് നാളെ ഖിയാമത്ത് നാളിൽ ഖാറൂനിന്റെ കൂടെയാണ്, ഹാമാനിന്റെ കൂടെയാണ്, ഫിർഔനിന്റെ കൂടെയാണ്, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. അവരെല്ലാവരും നരകത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിലാണ്. അതുകൊണ്ട് പറയട്ടെ, ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തണം. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ചെറിയ നിസ്സാരമായ കാരണങ്ങളെ കൊണ്ട് ചിലരുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആഖിറത്തിലെത്തുമ്പോ നിസ്കരിച്ച ഏടിൽ നിസ്കാരമുണ്ടാവൂല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. പരിശുദ്ധമായ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് അത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലല്ലേ. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്താക്ക് നിസ്കാരമില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധമായ ഒരു കാര്യമാണ് ഫാത്തിഹ. പക്ഷേ തിരക്കുകളെ കൊണ്ട് പലരും ഫാത്തിഹയെ നഷ്ടപ്പെടുത്തുന്നു. ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ തിരക്ക് കാരണം ഒരാൾ ചെയ്യുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ അവിടെ ഐന് നമ്മൾ നിർബന്ധമായും പറയണം. അപ്പോഴാണ് ആലമിന്റെ റബ്ബായ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയലാവുക. റബ്ബിൽ ആലമീൻ. പക്ഷേ ഈ റബ്ബിൽ ആലമീന് പകരം റബ്ബിൽ ആലമീനായി പോകുന്നു. ലാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റബ്ബിൽ ആലമീന് പകരം ഐനങ്ങ് വിട്ടുകളഞ്ഞിട്ട് തിരക്ക് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ലാലമീൻ ലാലമീനായി പോവുകയാണ്. ഇങ്ങനെ റബ്ബിൽ ആലമീനായാലോ ആലമിന്റെ റബ്ബ് എന്ന് വരൂല, മറിച്ച് വണ്ടിന്റെ റബ്ബ് എന്നാ വരിക. വണ്ടില്ല നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിലൊക്കെ നല്ല പ്രകാശമുണ്ടായാൽ ഓടി നടക്കുന്ന വണ്ട് അല്ലെ? എന്താ പറയാ? ചില നാടുകളിൽ വണ്ട് എന്ന് പറയും. ഏതായിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ റബ്ബ് എന്നാണ് അതിനർത്ഥം വരിക. ലാലമീൻ. ഇവിടെ ഐനങ്ങോട് വിടുകയാണ് തിരക്ക് കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. എവിടെ ഐനെവിടെ? നിസ്കാരം ബാത്തിലല്ലേ? ഫാത്തിഹ ബാത്തിലല്ലേ? ഫാത്തിഹ ശരിയാവാതിരുന്നാൽ അവരുടെ നിസ്കാരം ശരിയാകുമോ? വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ ഐന് വരണം. ഐന് റബ്ബിൽ ആലമീൻ. ഈ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന് പകരം പലരും ആ ഐനിനെ വിട്ടുകൊണ്ട് റബ്ബിൽ ആലമീൻ എന്ന് ഓതുകയാണ്. നിസ്കാരം വെറുതെയാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്.
നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാരണങ്ങളെ കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം നിർവഹിക്കുന്നവര് രക്ഷപ്പെട്ടു പോയി. അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള നൂറുണ്ട്. എന്നാൽ അതേ സമയത്ത് നിസ്കരിക്കാത്ത ആളുകൾ അവര് ഖിയാമത്ത് നാളിൽ വരുമ്പോ ഖാറൂനിന്റെ കൂടെയാണ്, ഹാമാനിന്റെ കൂടെയാണ്, നമ്രൂദിന്റെ കൂടെയാണ്. വളരെ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി നിസ്കരിക്കാനും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗമങ്ങ് പെട്ടെന്ന് കിട്ടൂല. ഉമിർതും ബിസ്സലാത്തി വസ്സകാ ഫമൻ ലം യുസക്കി ഫലാ സ്വലാത്ത ലഹു. എല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന് നിസ്കാരത്തിന് പോകുന്നവര് ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കണം. ചിലർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സയ്യിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിംബറ, അള്ളാന്റെ റസൂല് മിമ്പറിന്റെ മുകളിൽ കയറിയ വിഷയവും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. റമളാൻ നമ്മിലേക്ക് വന്നിട്ട് റമളാൻ തിരിച്ചു പോകുമ്പോ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടിക്കപ്പെട്ടവരായി റമളാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ത്യാഗപൂർണമായൊരു ജീവിതത്തിന് തയ്യാറാകണം. ആ ത്യാഗപൂർണമായ ജീവിതത്തിൽ വലിയൊരു ത്യാഗം തന്നെയാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. അത് കൃത്യമായി നിർവഹിക്കാൻ വലിയ മനസ്സ് വേണം, വലിയ ഖൽബ് വേണം. അതൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന പൂർണ്ണമായ തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു. പലരും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അതെ, ഒരു ആക്രി കച്ചവടക്കാരന്റെ ആക്രി കച്ചവടം നടത്തുന്ന പഴയ സാധനങ്ങൾ എടുക്കുന്ന ഒരു ഷോപ്പാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധയില്ലാതെ അവിടെ കുറെ പഴയ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ കണ്ടു വിശുദ്ധ ഖുർആൻ, മദ്രസകളിൽ പഠിക്കുന്ന മക്കളുടെ പുസ്തകങ്ങൾ, കിതാബുകള്. ആക്രിക്കാരന്റെ കയ്യിൽ കൊടുക്കാനുള്ളതാണോ അത്? വലിയ തെറ്റല്ലേ? വലിയ കുഴപ്പമല്ലേ? വലിയ ഗൗരവകരമായ വിഷയമല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ എഴുതിയ, അള്ളാഹുവിന്റെ നാമം എഴുതിയ ആ കിതാബുകളും ആ കടലാസുകളും ആ വിശുദ്ധമായ ഖുർആനുകളും ആക്രിക്കാരന്റെ കയ്യിൽ കൊടുത്താൽ കൊടുത്തവര് റബ്ബിന്റെ അടുക്കൽ വലിയ മറുപടി പറയേണ്ടി വരും. അവർക്ക് വലിയ ശിക്ഷയുണ്ടാകും കേട്ടോ. ബഹുമാനപൂർവം നമ്മൾ ചെയ്യേണ്ട, ആദരിക്കേണ്ട, ചെയ്യേണ്ട ചില കർമ്മങ്ങളെ ആക്രിക്കാരന്റെ കയ്യിൽ നമ്മൾ കൊടുത്താൽ അവർക്ക് അതിൽ യാതൊരു ബോധവും ഉണ്ടാവൂല. അവര് കൊണ്ടുപോയി എവിടെയാണത് വിടുന്നത്? എവിടെയാണത് ഉപേക്ഷിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വിവരക്കേട് ചെയ്യുകയാണ് ചില ആളുകള്. ഖുർആന് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് അങ്ങോട്ട് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, കുളത്തിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഒക്കെയാണ് ചെയ്യേണ്ടതെന്നാ ചിലർ വിചാരിച്ച്. അതിനെ ബഹുമാനപൂർവം ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്.
ആ വിഷയങ്ങൾ ചെയ്യാതെ സുബ്ഹാനല്ലാഹ് വളരെ കെടുകാര്യസ്ഥതയോടെ കാര്യങ്ങളെ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അതിന് അള്ളാഹുവിന്റെ ദീന് നിഷ്കർഷിക്കുന്ന ചില വഴികളുണ്ട്, ചില രീതികളുണ്ട്. ആ രീതികളെ അവലംബിക്കുന്നതിന് പകരം ഏതെങ്കിലും ആക്രിക്കാരന്റെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല. അദബ് വലിയ വിഷയമാണ്, ബഹുമാനം വലിയ വിഷയമാണ്. ഒരാള് പള്ളിയിൽ കയറിയില്ല, അയാൾ ഇസ്ലാം എന്ന് പുറത്താണോ? അല്ല. ഒരാൾ തീരെ പള്ളിയിൽ കയറിയില്ല, അയാൾക്ക് അതിന്റെ കൂലി കിട്ടിയില്ല, ഇസ്ലാം എന്ന് അയാൾ പുറത്താണെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അയാൾ ഇതെന്ത് പള്ളിയാടോ എന്ന് ഒരാളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ പള്ളിക്ക് നേരെ ഒരാൾ കാർക്കിച്ച് തുപ്പിയാൽ പിന്നെ അയാൾ ഇസ്ലാമിൽ അയാളുടെ സ്ഥാനം സീറോയാണ്. അയാൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മക്കളെ ചീത്ത വിളിക്കുന്നവരില്ലേ, ചീത്ത ആരെയും വിളിക്കാൻ പാടില്ല. പക്ഷേ ചില ചീത്ത വിളികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുർത്തദ്ദാവാൻ കാരണമാകും. അങ്ങനെയുള്ള ചില ചീത്ത വിളികളുണ്ട്. ഏതാണ് ആ ചീത്ത വിളി എന്ന് പറയോ? സുബ്ഹാനല്ലാഹ്, ഒരാളുടെ പേര് മുത്തുനബിയുടെ പേരാണ്, മുഹമ്മദ് എന്നാണ് പേര്, അല്ലെങ്കിൽ യാസീൻ എന്നാണ് പേര്, അല്ലെങ്കിൽ ത്വാഹ എന്നാണ് പേര്. അല്ലാഹുവിന്റെ റസൂലിന് 200 ചില്ലാനം പേരുകളുണ്ടല്ലോ. ആ പേരുകൾ സ്വന്തം മക്കൾക്ക് ഇട്ടുകൊടുക്കാമല്ലോ. അങ്ങനെ ഇടണ്ട്. ഏതായാലും ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല. അങ്ങനെ പേരിടണം, പേരിടൽ നല്ലതാണ്. പക്ഷേ ആ പേരിട്ട മക്കളുടെ പേര് വിളിച്ചുകൊണ്ട് ചീത്തവാചകം പ്രയോഗിക്കാൻ പാടില്ല. മുഹമ്മദ് എന്നാണ് പേരെങ്കിൽ മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് അതിന്റെ കൂടെ ഒരു ചീത്തവാചകം പ്രയോഗിച്ചുകൂടാ. ഇസ്ലാം എന്ന് പുറത്തുപോയി പോകും, റിദ്ദത്ത് സംഭവിച്ചു പോകും, മുർത്തദ്ദായി പോകും. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. റിദ്ദത്ത് സംഭവിച്ചു പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയോടെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരുപക്ഷെ പഴയ ഗ്രന്ഥങ്ങളോ പഴയ ഖുർആനുകളോ ഉണ്ടെങ്കിൽ അതിനെ ചെയ്യേണ്ട ചില വഴികളുണ്ട്. ബഹുമാനപൂർവം അതിനെ കരിച്ചു കളയണം, ബഹുമാനപൂർവം കരിച്ചു കളയണം. അതിനെ വളരെ ശ്രദ്ധയോടുകൂടെ അതിന്റെ ബാക്കി വരുന്ന കത്തിച്ചു കഴിയുമ്പോ വെണ്ണീരാകുന്ന ഭാഗങ്ങള് അത് പറന്നു പോകാത്ത രൂപത്തില്, അത് മോശമാകാത്ത രൂപത്തില് പ്രത്യേകമായ സംവിധാനത്തിന്റെ ഉള്ളിലിട്ട് കത്തിക്കണം. അങ്ങനെ ബാക്കി വരും സ്വാഭാവികമായി കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും, അത് വെണ്ണീരായി മാറും. അതിനെ ഇങ്ങനെ ഇട്ടുകളയാൻ പാടില്ല. അതിനെ ബഹുമാനപൂർവം അതിനെ സംസ്കരിക്കണം. അല്ലെങ്കിൽ നല്ല ഒഴുകുന്ന നല്ല വെള്ളത്തിൽ അതിനെ അയക്കണം.
കേവലം മുസാഫിനെ ആക്കണമെന്നില്ല, ചില അങ്ങനെ വിചാരിച്ചു അതവിടെ തന്നെ കിടക്കൂലേ. അതിനെ ബഹുമാനപൂർവ്വം കരിച്ചു കളഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന വെണ്ണീര് അതിനെ ബഹുമാനപൂർവം ഏതെങ്കിലും നല്ല ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആക്രിക്കാരന്റെ കയ്യിൽ കൊടുക്കലല്ല. ആക്രിക്കാരന്റെ കയ്യിൽ കൊടുക്കരുത്. അത് വലിയ അദബുകേടായി പോകും. അല്ലാഹു കാക്കട്ടെ. യാതൊരു ലെവലില്ലാണ്ട് ശ്രദ്ധയുമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനും നന്മകൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളോടൊറ്റ കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് മുടി കറുപ്പിക്കുക എന്നത്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങള്. നല്ല മുടി ഇങ്ങനെ കറുപ്പിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. മുടി ഇങ്ങനെ കറുപ്പിക്കാണ്, ചെറുപ്പക്കാരനായി നടക്കുകയാണ്. എന്താ ഉണ്ടാകുക? ജനാബത്ത് കുളിക്കാതെ ഒരാൾ നോമ്പ് നോറ്റ നോമ്പ് ശരിയാവൂല. ജനാബത്ത് കുളിക്കാതെ നോമ്പ് നോറ്റാൽ നോമ്പ് ശഹിയാകുമോ? കുളിക്കണ്ടേ? നിസ്കാരം ശരിയാവോ? നിസ്കാരം ശരിയാവൂല. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കണമെങ്കിലേ ഒരാള് ജനാബത്തുകാരനായ നിലക്ക് നോമ്പ് നോറ്റ നോമ്പ് സഹിയാകും. പക്ഷേ ആ നോമ്പ് മാത്രം നോറ്റാ പോരല്ലോ. നോമ്പ് നോറ്റ ആള് ജനാബത്തിന്റെ കുളി കുളിക്കണ്ടേ? കുളിച്ചാലല്ലേ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരാള് സുബഹിക്ക് ശേഷം കുളിച്ചത് കൊണ്ട് പിന്നെ അത്താഴത്തിന് ശേഷം സുബഹി ബാങ്കിന് ശേഷം കുളിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ജനാബത്തുകാരന് നോമ്പ് നോക്കാൻ പാടില്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. ഒറ്റടിക്ക് വിഷയം മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്. എന്തായാലും സുബഹി നിസ്കരിക്കണ്ടേ? സുബഹി നിസ്കരിക്കുമ്പോൾ ജനാബത്ത് കുളിക്കണ്ടേ? ഈ മുടി കറുപ്പിച്ച ആളുടെ ജനാബത്ത് കുളി ശരിയാകുമോ? ഒരിക്കലും ശരിയാവൂല. കറുപ്പിച്ചവരുടെ മുടി നിസ്കാരം ശരിയാവൂല. അയാളുടെ ജനാബത്ത് കുളി ശരിയാവൂല. സ്വാഭാവികമായും അത് കാരണം ഉണ്ടാകുന്നത് യാ അല്ലാഹ്, അവരുടെ ഇബാദത്ത് മുഴുവനും വെറുതെയായി പോവുകയാണ്. നല്ല കറുപ്പിച്ചിങ്ങനെ നടക്കാണ്. ചിലരുടെ നോക്കിയാല് സുബ്ഹാനല്ലാഹ്, മുകളിൽ കുറെ കറുപ്പും അടിയില് കുറെ വെളുപ്പും. ചിലര് ബാത്റൂമിലേക്ക് പോകുമ്പോ വയസ്സൻ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നല്ല ചെറുപ്പക്കാരൻ. എന്താണ് ആ ബാത്റൂമിന്? എങ്ങനെയാണ്? അങ്ങനെ ഒരു പ്രത്യേക കഴിവുള്ള ബാത്റൂമുകളൊക്കെ ഉണ്ട്. നല്ലൊരു പിന്നെ മാജിക് ബാത്റൂം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. ബാത്റൂമിന്റെ ഉള്ളിൽ പോകുമ്പോ വയസ്സൻ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നല്ല ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്.
അങ്ങനെയുള്ള നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ബാത്റൂം? അങ്ങനെയുള്ള ബാത്റൂമുള്ള നാടുകളൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു കാക്കട്ടെ. മൈലാഞ്ചി ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട മൈലാഞ്ചിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന പല മൈലാഞ്ചികളുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് പ്രത്യേകമായ ഒരു മൈലാഞ്ചിയാണ്. അതിട്ടാല് വുളു ശരിയാവോ ഇല്ലേന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലത് കയ്യിലിട്ടാല് കുഴപ്പമുണ്ടാവൂല, നഖത്തിന്റെ മുകളിലിട്ടാല് പ്രത്യേകം തിരിയും. അതിങ്ങനെ അടർന്നിങ്ങനെ വരും. അടർന്നു വരുന്ന മൈലാഞ്ചൊക്കെ ഉണ്ട്. ചിലത് എന്താ പല പേരിലുള്ള മൈലാഞ്ചൊക്കെ ഉണ്ടല്ലോ റബ്ബെ, ഞാൻ മറന്നുപോയി. ചോക്ലേറ്റ് മൈലാഞ്ചി, അതുപോലെ തന്നെ ശർക്കര മൈലാഞ്ചി, ബിഗ് ബി, അങ്ങനെ ഒരു മൈലാഞ്ചി ബിഗ് ബി. അള്ളാഹു അല്ല, എന്തൊക്കെ പേര് നിങ്ങൾക്കിപ്പോ ഓരോരുത്തരിപ്പോ എഴുതാൻ തുടങ്ങിയ പല പേരുണ്ടാവും. ബിഗ് ബി, അതുപോലെ തന്നെ ശർക്കര മൈലാഞ്ചി. ഏതായാലും ഒരു കാര്യം അതിൽ പറയാൻ പറ്റുള്ളൂ, ഓരോരുത്തരുടെയും ഇടുന്ന മൈലാഞ്ചിന്റെ പേരൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മൈലാഞ്ചി ഇടാം, മൈലാഞ്ചി താടിക്കും മുടിക്കൊക്കെ ഇടാം, എന്ന് കുഴപ്പമില്ല. പക്ഷേ കയ്യിലിടുന്ന മൈലാഞ്ചി ആയാലും ശ്രദ്ധിക്കപ്പെടേണ്ട മൈലാഞ്ചികൾ ഉണ്ട്. അത് കാരണമായി വുളൂഇന് തടസ്സം വരാൻ പാടില്ല, കുളിക്ക് തടസ്സം വരാൻ പാടില്ല. വെള്ളം ചേരുന്നതിനെ തടയുന്ന മൈലാഞ്ചിയാണോ മൈലാഞ്ചി ഇട്ടാൽ അവരെ നിസ്കാരം ശരിയാവൂല. അങ്ങനെയുള്ള മൈലാഞ്ചിയാണോ എന്ന് ശ്രദ്ധിക്കണം. അത്രേ നമുക്ക് പറയാൻ പറ്റൂ. ഏതായാലും വെള്ളത്തെ തടയാൻ പാടില്ല, വെള്ളം ചേരുന്നതിനെ തടയരുത്. അങ്ങനെയുള്ള മൈലാഞ്ചികൾ ഇടാം. വെള്ളം ചേരുന്നതിനെ തടയുന്ന മൈലാഞ്ചി അതൊരിക്കലും ഇടാൻ പാടില്ല. താടി കറുപ്പിക്കുന്നവര്, മീശ കറുപ്പിക്കുന്നവര് എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു ഉസ്താദിന്റെ വാല് ഞാൻ കേട്ടു, അതിലാ ഉസ്താദ് പറയുന്നുണ്ട്, ചില മീശ കറുപ്പിക്കും. അവ എല്ലാ മീശയും ഈ ചായ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോ 2 മീശ മാത്രം അതിൽ ഒഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കോന്തം പല്ല് നിൽക്കുന്ന മാതിരി 2 എണ്ണം ഉണ്ടായി ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ ആ ഉസ്താദിന്റെ വേദന നമ്മളിങ്ങനെ കേട്ട്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരീരത്തിൽ ചായം പിടിപ്പിക്കുന്നവര് ശ്രദ്ധിക്കണേ. നമ്മുടെ നിസ്കാരമൊക്കെ വെറുതെയായി പോകും. മൈലാഞ്ചി അരച്ചിട്ടാ മതി. അതന്നെ ഒരാൾ പറയുന്നുണ്ട്, ആയിഷ എന്നുള്ള സഹോദരി പറയുന്നുണ്ട്, മൈലാഞ്ചി അരച്ചിട്ടാ മതി. അങ്ങനെ മതി. നമ്മളെ നാടുകളിൽ നിന്നൊക്കെ നമ്മളെന്നൊക്കെ പറിക്കുക, മൈലാഞ്ചി പറിക്കുക, സ്വന്തമായി മൈലാഞ്ചി ചെടിയൊക്കെ നട്ട് വളർത്തുക. എന്നിട്ട് അതിൽ നിന്ന് മൈലാഞ്ചിന്റെ ഇലകൾ എടുക്കുക, എന്നിട്ട് നല്ല അരക്കുക. അരച്ചാല് നല്ല മൈലാഞ്ചിയായി മാറും. അത് ഇട്ടാല് ഒരു കുഴപ്പമുണ്ടാവൂല. അങ്ങനെ ചെയ്താ മതി. ഹലോ, ക്ലാസ്സിലാണല്ലോ, പിന്നെ വിളിക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതിൽ കൂടുതൽ വേദ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര പറഞ്ഞാലും അത് ശ്രദ്ധിക്കാത്ത കുറെ ആളുകളുണ്ട്. അതൊരു കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്, അത് പ്രശ്നമല്ല എന്ന് കരുതുന്നവരുണ്ട്. എവിടെയാണ് പ്രശ്നമാവുക? റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിസ്കരിച്ച നിസ്കാരങ്ങളില്ല, വെറുതെ അല്ലേ, വെറുതെയാണ്, ഒന്നും ഉണ്ടാവില്ല, നിസ്കാരം ഒന്നും ഉണ്ടാവില്ല. എവിടെ പോയി? നിസ്കാരം ശരിയാവണ്ടേ? നിസ്കാരം ശരിയാണെങ്കിൽ ഒന്നും ശരിയാവണ്ടേ?
ഒളു ശരിയാവണ്ടേ, ജനാബത്ത് കുളി ശരിയാവണ്ടേ? ഈ ചായം തേച്ച് പിടിപ്പിച്ച ഇതിലേക്ക് വെള്ളം ചേരുമോ? വെള്ളം ചേരാതിരുന്നാൽ അയാളുടെ നിസ്കാരം ശരിയാകുമോ? അതിന് അല്ലാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ഒറ്റ നിസ്കാരം ഉണ്ടാവൂല. റിക്കാർഡിലുള്ള നിസ്കാരങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴായി പറയാറുള്ളൊരു വിഷയമാണല്ലോ വേഷവിധാനം. ജീൻസ്, ടീഷർട്ട് ആണുങ്ങളെ പോലെ ഇടുന്ന പെണ്ണുങ്ങളില്ലേ? വലിയ കുറ്റമല്ലേ? അള്ളാന്റെ റസൂൽ അവരെ ശപിച്ചിട്ടില്ലേ? അള്ളാന്റെ റസൂലിന്റെ ശാപം വലിയ ശാപമല്ലേ? സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷങ്ങളുണ്ട്. അതാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷങ്ങളുണ്ട്. അവരുടേതായ വേഷം ധരിക്കട്ടെ. സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളും രണ്ടുപേരെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ശാപം ചെറിയ ശാപമല്ല, വലിയ ഗൗരവമുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളെ, കയ്യില് വളധരിക്കുന്ന പുരുഷന്മാരില്ലേ? അതുപോലെ തന്നെ സ്ത്രീകളെ പോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഒരുപാട് പല പല നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരില്ലേ? പുരുഷന്മാര് സ്ത്രീകളെ പോലെ സംസാരിക്കാൻ നോക്കുക, സ്ത്രീകളെ പോലെ കുണുങ്ങി നടക്കുക. അങ്ങനെ പ്രത്യേകമായ ട്രെൻഡുകളൊക്കെ വന്ന ഒരു കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ ധരിക്കുക ചെറിയ കാര്യമാണെന്നാരും മനസ്സിലാക്കണ്ട. ഉമ്മമാര് ധരിക്കണ്ട. വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷവിധാനങ്ങളുണ്ട്. പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷവിധാനങ്ങളുണ്ട്. ആ വേഷവിധാനങ്ങൾക്ക് പകരം മറ്റൊരു വേഷവിധാനം അവര് തെരഞ്ഞെടുത്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം അവർക്കുണ്ടേ. സ്ത്രീകളെ പോലെ മുടി വളർത്തുന്ന പുരുഷന്മാരില്ലേ? അതും വലിയ തെറ്റുള്ള കാര്യമാണ്. ഒരു പുരുഷന് മുടിയെ വളർത്താം, അതിന് പരിധിയുണ്ട്. അള്ളാന്റെ റസൂല് ചെവിയുടെ കണക്കിൽ മുടി വളർത്തിയിരുന്നുവെന്ന് കാണാം. അത് കൃത്യമായി കട്ട് ചെയ്ത് അത് കൃത്യമായി വാരി ഒതുക്കി തന്റെ തലപ്പാവിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂൽ അതിനെ സൂക്ഷിക്കുമായിരുന്നു. അത് കാരണം അതേ വെറുതെ ഒരു നിസ്കാരമോ ഒരു ഇബാദത്തോ നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കാരണം നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നവരിൽ അതിനെ നന്നാക്കാൻ എത്രയാ സമയം. സുബ്ഹാനല്ലാഹ്, അനാവശ്യമായ മുടി നീട്ടി വളർത്തുന്നവർ പുരുഷന്മാര് സ്ത്രീകളെ പോലെ തെറ്റുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നിസ്സാരമായൊരു കാര്യമാണെന്ന് ആര് കരുതണ്ട. ഉസ്താദ് ഇങ്ങനെ വഅദ് പറയും, അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് കരുതുന്നവനുണ്ട്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ഈ ഹദീസുകൾ ചോദിച്ചു, ഓ ഉമ്മ, സ്ത്രീകൾ ധരിക്കുന്ന ചെരുപ്പും അതിൽ പെടുമോ? പുരുഷന്മാരുടെ ചെരുപ്പ് സ്ത്രീകൾ ധരിച്ചാൽ അതും അതിൽ പെടുമോ? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അതേ, ചെരുപ്പും അതിൽ ബാധകമാണ് കേട്ടോ. പുരുഷന്മാരുടെ ഷൂ ധരിക്കുന്ന സ്ത്രീകള്
പുരുഷന്മാരുടെ ഷൂ, സ്ത്രീകൾക്ക് ഷൂ ഉണ്ട്, സ്ത്രീകളുടേതായ ഷൂകളുണ്ട്, അത് ധരിച്ചോ. പക്ഷെ എല്ലാം ഒരു പുരുഷമയം. ജീൻസ് പാന്റ്, ടീ ഷർട്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഷൂ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്നോ, സ്വർഗം കണി കാണൂല, സ്വർഗത്തിന്റെ വാസന കിട്ടൂല, സ്വർഗത്തിന്റെ വാസന കിട്ടൂല. സ്ത്രീകൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ അവരുടേതായ വസ്ത്രങ്ങളുണ്ട്, അതും സ്ത്രീകൾ ധരിച്ചോട്ടെ. പുരുഷന്മാരുടേതായ ഒരു വസ്ത്രവും സ്ത്രീകൾ ധരിക്കണ്ട. അങ്ങനെ അള്ളാന്റെ ദീന് അവർക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതിനനുസരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു ഇളവ് കൊടുത്താൽ ആ ഇളവുകൾ വലിയ ഇളവുകളായി മാറും. അതെങ്ങനെ പറ്റുമെങ്കിൽ ഇതെന്തേ ഇങ്ങനെ പറ്റൂലേ, രാത്രി കിടന്നുറങ്ങുമ്പോ അതിടാൻ പറ്റുമോ ഇതിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇളവ് കൊടുക്കാനുള്ളതല്ല. അങ്ങനെ ആകുമ്പോ അവിടെ ഇട്ടാൽ ഇവിടെ ഇട്ടാൽ എന്താ, അവിടെ ഇട്ടാൽ കുഴപ്പമില്ലല്ലോ, ഇവിടെ ഇട്ട പിന്നെന്താ കുഴപ്പമെന്ന ചിന്ത വരും. അങ്ങനെയാണ് പല ചിന്തകളും വരുന്നത്. അതുകൊണ്ട് അതിന്റെ എല്ലാ വഴികളും അടച്ചു കളയണം. ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു വസ്ത്ര രീതികളുണ്ട്. പുരുഷന്മാര് ചൂരിദാറിട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാകും? ഒരിക്കലും പുരുഷന്മാര് ചൂരിദാറും ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ, സാരി ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വേഷമല്ലേ. പുരുഷന്മാര് പർദ്ദയും ധരിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാകും? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്, എത്രയെത്ര കുഴപ്പങ്ങളാ ഉണ്ടാകുന്നത്. എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റിയ കാലഘട്ടമാണോ? വേഷം ധരിച്ച് പുരുഷന്മാരുടെ സ്ത്രീകളുടെ വേഷം ധരിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന പുരുഷന്മാരില്ലേ, പർദ്ദയിട്ടിട്ട് എല്ലാത്തിനും ചെയ്യുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നവരില്ലേ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വേഷവിധാനങ്ങളാണ്. പുരുഷന്മാര് അവരുടെ ശരീരത്തിനനുസരിച്ച വേഷവിധാനങ്ങള്, സ്ത്രീകൾക്ക് അല്ലാഹു ഒരു ശരീരം കൊടുത്തിട്ടുണ്ട്. ആ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല, അവരുടെ വികാരങ്ങളെ ഉണർത്താനുള്ളതല്ല. അവർക്കൊരു വേഷവിധാനമുണ്ട്. ആ വേഷവിധാനമാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ മുടികതെ ആൺവേഷം ധരിക്കുന്നവര്, പെണ്ണിന്റെ വേഷം ധരിക്കുന്നവര്, അതുപോലെ തന്നെ സ്വർണം ധരിക്കുന്ന പുരുഷന്മാരുണ്ട്. ഒരിക്കലും പാടില്ല, കടുത്ത ഹറാമാണ് പുരുഷന്മാര് സ്വർണം ധരിക്കുക. മുമ്പൊക്കെ അതൊരു വലിയ വിഷയമായിരുന്നു, ഇപ്പൊ അതൊരു വിഷയമല്ലാണ്ടായി മാറി. അത്യാവശ്യം പണക്ക് കയ്യിലുണ്ടായാൽ എനിക്കിപ്പോ സ്വർണമൊക്കെ ധരിക്കാം എന്ന ഒരു ചെറിയ ചിന്ത വരികയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും നമ്മൾ അനുവദനീയമാക്കിയിരിക്കുന്നു. ആണുവർഗത്തിന് അവ രണ്ടും ഹറാമാണ്. പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. സ്ത്രീകൾക്ക് അനുവദനീയമായ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാം. സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട് സ്വർണത്തിന് സക്കാത്ത്. എല്ലാ സ്വർണത്തിനും സക്കാത്തില്ല, ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. നമ്മള് ആഭരണമായി ശരീരത്തിൽ ധരിക്കുന്ന സ്വർണങ്ങളുണ്ട്, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതല്ലാത്തതിന് മുഴുവനും ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന സ്വർണ കട്ടികളുണ്ടല്ലോ, അതിനൊക്കെയും സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഏതായിരുന്നാലും പറയട്ടെ, ഇന്ന് ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി നിങ്ങൾ നോക്കൂ. പുരുഷ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മുമ്പ് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നത് പോയി ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിലേക്ക് ചെന്നാൽ
സ്വർണത്തിന്റെ പല സാധനങ്ങളും പുരുഷന്മാർക്കും ലഭിക്കുകയാണ്. സ്വർണത്തിന്റെ വാച്ച്, സ്വർണത്തിന്റെ മോതിരം, സ്വർണത്തിന്റെ വളകള്, സ്വർണത്തിന്റെ കണ്ണടകള്, സ്വർണത്തിന്റെ പേനകള്, സ്വർണത്തിന്റെ ചെയിനുകള്, സ്വർണത്തിന്റെ മെഡലുകൾ, ഇങ്ങനെ പലതും പുരുഷന്മാർക്ക് അവര് ധരിക്കുകയാണ്. അവര് ശരീരത്തിൽ ധരിക്കുകയാണ്. അതിന് ഓരോ ഷോപ്പുകളും ഇതിന് തയ്യാറായി നിൽക്കുന്ന കാലമാണ്. ശ്രദ്ധിക്കണേ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരം കണ്ടു. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആ കണ്ടവരുടെ കയ്യിൽ നിന്നത് ഊരിയങ്ങെടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങള് നരകത്തിലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലെ ഒരു തീക്കനലിനെ കയ്യിൽ ധരിച്ചു നടക്കുകയാണോ? നരകത്തിലെ ഒരു തീക്കനൽ കയ്യിലിട്ടാണോ നടക്കുന്നത് എന്ന് അള്ളാന്റെ റസൂല് ആ വന്ന ആളോട് ചോദിക്കുകയാണ്. വന്ന ആളുടെ കയ്യിൽ നിന്ന് മുത്തുനബി അത് എടുത്തൂരുന്നു. ആ സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറയാണ്, നരകത്തിലെ തീക്കനലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ചില സ്വഹാബത്തൊക്കെ അള്ളാന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടിട്ട് അപ്പൊ തന്നെ അതൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാം. പുരുഷന്മാരെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയവരെയാണ്. അതേസമയത്ത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കാം. അത് കുഴപ്പമില്ല. പിന്നെയും അങ്ങോട്ട് പോകുമ്പോ 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് പറ്റൂല. വയസ്സിങ്ങനെ കൂടുമ്പോ അതൊന്നും എടുത്തു വെക്കാണ്ടിരിക്കുന്ന ശീലമുണ്ടല്ലോ. 1 വയസ്സ് വരെ അത് അനുവദനീയാണ്. പിന്നെ ആൺകുട്ടികൾക്കും അത് പറ്റൂല. ഹറാമ് നിത്യമായി ചെയ്യല്ലേ. അത് 1 മിനിറ്റ് ചെയ്താലും അല്ലേ, കുറഞ്ഞ സമയം ചെയ്താലും കുറ്റം തന്നെയല്ലേ. ഗൾഫിൽ നിന്ന് പോകുമ്പോ കയ്യിൽ ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ വള ധരിച്ചു പോകാൻ പറ്റും. അപ്പോ പിന്നെ കസ്റ്റംസ് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കയ്യിൽ അങ്ങനെ ധരിച്ചു പോകാൻ പറ്റുമോ? ഹറാമനല്ലേ. ധരിക്കാൻ പാടില്ല. അത് എന്തിന്റെ പേരിലായാലും ധരിക്കാൻ പാടില്ല. അത് ഗൾഫിൽ നിന്ന് പോകുമ്പോ കസ്റ്റംസ് ഒരു അന്വേഷണം വരും. അപ്പൊ കയ്യിലൊരു ചെയിൻ, അത് കയ്യിലിട്ടതാണെന്ന് പറയാൻ വേണ്ടി ഹറാമനല്ലേ. 1 മിനിറ്റ് ചെയ്താലും ഹറാമനല്ലേ. ഹറാമല്ലാണ്ടായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ചിലരുണ്ട് അങ്ങനെ ഗൾഫിൽ നിന്ന് പോകുമ്പോ ഒരു കഴുത്തിലൊരു മാല. അപ്പൊ എന്താ, സ്വർണ്ണല്ലേ, സ്വർണത്തിന്റെ മാല ധരിക്കാൻ പറ്റുമോ? കസ്റ്റംസിനെ വെട്ടിച്ച് കളയാൻ വേണ്ടി അങ്ങനെ സ്വർണം ധരിച്ചു പോകാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, തെറ്റല്ലേ. സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ധരിക്കാൻ പാടില്ല. അത് കസ്റ്റംസിനായാലും അത് ഗൾഫിൽ നിന്ന് പോകുമ്പോഴായാലും അത് എന്ത് വിഷയത്തിനായാലും ഒരു തെറ്റ് തന്നെയാണ്. അത് 1 മണിക്കൂർ ചെയ്താലും ഹറാമാണ്, 1 മിനിറ്റ് ചെയ്താലും ഹറാം തന്നെ. സുബ്ഹാനല്ലാഹ്. ചിലർ ഉംറക്ക് പോകുമ്പോ സ്വർണം കൊണ്ടുവരാൻ വേണ്ടി ഉംറക്ക് പോകുന്നത്. എന്തിനാ ഉംറക്ക് പോകേണ്ട ആവശ്യം? വെറുതെ പോയതാണ്, ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ദീന് അനുവദിക്കാത്ത വഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഏതായിരുന്നാലും പറയട്ടെ, മുടി വെച്ച് പിടിപ്പിക്കുന്നവരില്ലേ, കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കുന്നവര്. മുടി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. ചിലർക്ക് നീളം പോരാ. അപ്പൊ നീളം കൂട്ടാൻ വേണ്ടി എക്സ്ട്രാ മുടി വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് അങ്ങനെ മുടിക്ക് നീളം കൂട്ടുന്ന ആളുകളുണ്ട്. പർദ്ദ ധരിച്ച മുടി ചെറുതാണോ വലുതെന്ന് ആരും അറിയില്ല.
വലിയൊരു വിഷയമുള്ള കാര്യമല്ല. പർദ്ദ ധരിച്ച് നടന്നാ പോരെ. അപ്പൊ പിന്നെ ആരും അറിയൂല അയാൾക്ക് മുടി ഉണ്ടോ ഇല്ലേ, മുടി ഉണ്ട് വെണ്ണാണോ ഇല്ല വെണ്ണ ഒന്നും അറിയില്ല. ഇത് ഒരു മുടിന്റെ കൂടെ മറ്റൊരു മുടി വെച്ച് കെട്ടുക തെറ്റാണത്, പാടില്ല. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. ആരാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളല്ലേ, മകളല്ലേ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു തളികയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹക്ക് സ്വർഗത്തില് 2 തളിക. എന്തേ കാരണം? അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അനുഭവിച്ച ത്യാഗമാണ്. അള്ളാന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടത്. ചെറിയ പ്രായമുള്ള സമയത്ത് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഗാർ സൗറിന്റെ മുകളിലേക്ക് ഭക്ഷണം എത്തണം. ഒരു ആട്ടിടേനെ പിടിച്ച് വിറക് ചുമക്കുന്ന ആളല്ലേ, അവരൊക്കെ പിടിച്ച് ആട്ടിടേനൊക്കെ പിടിച്ച് അങ്ങനെ തന്ത്രപരമായി അവരുടെ കയ്യിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ മുത്തുനബിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത കാരണത്താൽ എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു തളികയാണെങ്കിൽ അസ്മാ ബീവിക്ക് സ്വർഗത്തിൽ 2 തളികയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ മുഹല്ലയില് ഖദീജ ഉമ്മാന്റെ ചാരത്ത് ആ ഉമ്മ കിടക്കുന്നുണ്ട്. എപ്പോൾ മക്കയിൽ ചെന്നാലും ഉമ്മയെ സിയാറത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു നമുക്ക് ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയമായ ഭക്ഷണം അല്ലാഹു കഴിപ്പിക്കട്ടെ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു സ്ത്രീ മുത്തുനബിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, നബിയേ, എന്റെ മംഗലവതിയാ എന്റെ പൊന്നുമോള്, അവൾക്ക് 5-ാം, അതെ അവർക്കൊരു പനി പിടികൂടി, 5-ാം പനി എന്നോ മറ്റോ ഒരു പനി പിടികൂടി. അങ്ങനെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. അങ്ങനെ എന്റെ തലയിൽ നിന്ന് അല്പം മുടിയെടുത്ത് അവരുടെ മുടിയുടെ കൂടെ കൂട്ടിച്ചേർക്കാമോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, മുടി ചേർത്ത് വെക്കുന്നവരെയും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് കല്യാണമാകട്ടെ എന്തുമാകട്ടെ, മുടി ഒന്നിന്റെ കൂടെ മറ്റൊരു മുടിയുടെ കൂടെ മുടി ചേർത്ത് വെക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്, തെറ്റാണ് കേട്ടോ. ശ്രദ്ധിക്കപ്പെടേണ്ട ചില വിഷയങ്ങളാണ് അതൊക്കെ. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളില് പല പരിപാടികളിലും പല വേണ്ടാത്തരങ്ങള്, ചിത്രീകരണങ്ങള്, നാടകങ്ങള്, അതുപോലെ തന്നെ കലാരൂപങ്ങള്, ഒപ്പനകള്, അങ്ങനെ പല പരിപാടികൾക്കും വേണ്ടി മുടി ചേർത്ത് വെക്കുന്നവരില്ലേ, എല്ലാം കുറ്റം തന്നെയാണ് കേട്ടോ. ഒപ്പന കളിപ്പിക്കുകയാണ്. ഒപ്പന കളിയിൽ മുടിയുടെ കുറവ് പോകില്ല എന്ന് പറഞ്ഞിട്ട് വേറെ മുടി വെച്ച് പിടിപ്പിക്കുക. ഒപ്പന തന്നെ ഭക്ഷണമാണ്, അതിന്റെ കൂടെ ഇതും വലിയ തെറ്റായി മാറുകയാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണേ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ.
ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ചെറിയ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകളുണ്ട്. അതൊക്കെ ധാരാളം ചെയ്യണം, ചെയ്യിപ്പിക്കണം, മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കഴിയുന്നവരെല്ലാം ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം അതേ ലൈലിനെ ജീവിപ്പിക്കലാണ്, രാത്രിയെ ഹയാത്താക്കലാണ്. രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. സുബഹി വരെ അതിന്റെ സമയാണ്. പകലിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. റമദാനിന്റെ പുണ്യം കിട്ടും, റമദാനിന്റെ കൂലി കിട്ടും. പക്ഷേ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് രാത്രിയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അത് രാത്രിയിലാണ്. തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങുന്നു. വറൂഹു ഫീഹാ, റൂഹും ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുകയാണ്. അത് ആരുടെ ആത്മാവാണ്? മുഫസ്സിരീങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. പ്രബലമായ ഒരു അഭിപ്രായ പ്രകാരം അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളുടെ ആത്മാവ് വരികയാണ് നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്. മുത്തു റസൂലുള്ള വരികയാണ്. ശ്രദ്ധിക്കണേ കുടുംബങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മാവ് നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഉറങ്ങുന്ന വീടായിക്കൂടാ, ദിക്ർ ചൊല്ലുന്ന വീടാകണം, സ്വലാത്ത് ചൊല്ലുന്ന വീടാകണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന വീടാകണം, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന വീടാകണം, സ്വലാത്തുകൾ ചൊല്ലുന്ന വീടാകണം, ഖുർആൻ ഓതുന്ന വീടാവണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളും അത് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹിന്റെ റസൂലിന്റെ ആത്മാവ് വരുന്ന രാവാണ്. അല്ലാഹ്, നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്. നമ്മുടെ ക്ലാസ് നിർത്തുകയാണ്. ചെറിയൊരു ദുആ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ധാരാളം നന്മ ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖബൂൽ ചെയ്യണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, വേദനകൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രധാനമായും നമ്മള് ദുആയിലേക്ക് കടക്കുമ്പോ ദുആഇന്റെ അറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ദുആഇന് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള ഒരു അമലാണ് കേട്ടോ. ദുആ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം. ദുആർക്കണം, നന്നായിട്ട് ദുആർക്കണം. ഒറ്റക്കിരുന്ന് ദുആർക്കണം. എല്ലാം അല്ലാഹുവിനോട് പറയണം. ദുആ ഒരു വലിയൊരു ഇബാദത്താണ്, വലിയ ഇബാദത്താണ്. ആമീൻ എന്ന് പറയലും വലിയ ഇബാദത്താണ്. ചെറിയ ഇബാദത്താണെന്ന് ആരും കരുതരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആഖിറത്തിലെത്തിയിട്ട് ഒരാള് ദുആ ചെയ്തിട്ട് അയാൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതുക. എല്ലാ ദുആ ഉത്തരം കിട്ടാനുള്ളതാണെന്നും കരുതരുത്. ചിലപ്പോ കിട്ടിയെന്ന് വരാം, കിട്ടിയാലും ഇല്ലെങ്കിൽ കൂലിയുണ്ട്. ഈ നിസ്കരിക്കും പോലെ, ദിക്ർ ചൊല്ലും പോലെ, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലും പോലെ
അങ്ങനെ പറ്റു കർമ്മങ്ങൾ ചെയ്യും പോലെ ഒരു പുണ്യമായ ഒരു കാര്യമാണ്. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ദ്വാരക്കലല്ല. അങ്ങനെ ചിലർ ധരിച്ചു പോയിട്ടുണ്ട്. കാര്യം നടക്കണം അതിനു വേണ്ടി ദ്വാരക്ക, അത് മാത്രല്ല, ദ്വാരക്കണം. ദ്വാരക്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആരാധനയാണ്, ഒരു ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ചോദിക്കുന്നവരെ. നമുക്കാണ് അത് ഇഷ്ടമില്ലാത്ത അല്ലേ? നമ്മളോട് ഒരാള് ചോദിക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു വിഷമുള്ള കാര്യമാണ്. ചോദിക്കുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇത് വേറെ വിഷയം. ആരെങ്കിലും ചോദിച്ചു കിട്ടിയാൽ കൊടുക്കായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കരുതുന്ന ആൾ. അതുകൊണ്ടാണ് ചോദിക്കണത്. എപ്പോഴും ചോദ്യം തന്നെ, ഏത് സദസ്സിൽ പോയാലും ചോദിക്കാൻ. അത് നല്ലൊരു അമലാണ്. കാരണോ ഞാനിപ്പോ നമ്മള് ദുബായിലൊരു പരിപാടി, ഷാർജയിൽ പരിപാടി നടന്ന്, നമ്മള് വലിയൊരു പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ചോദിക്കാൻ വേണ്ടി സമയമായിപ്പോയി. പെട്ടെന്ന് പിരിയേണ്ടി വന്നു. ഭയങ്കര ബേജാറായിപ്പോയി. കാരണം ഈ കിട്ടിയ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്താ കൊണ്ടുകിട്ടുന്ന ഗുണം? അത് ഒരുപാട് കാലത്തേക്കുള്ള ഒരു സ്വത്താണ്. അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഒരു മദ്രസക്ക് വേണ്ടി ഒന്ന് ചോദിച്ച്, ചിലർക്ക് ചോദിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പൊ മദ്രസക്ക് വേണ്ടി ചോദിച്ചിട്ട് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നമ്മൾ കിട്ടിയാൽ അവിടെ ഒരു മദ്രസ വന്നു. ആ മദ്രസ വന്നാൽ പിന്നീട് ആ മദ്രസ കൊണ്ട് ഉണ്ടാകുന്ന ഗുണമൊക്കെ നമുക്ക് കിട്ടൂലേ? ചെറിയ കൂലിയാണോ? ഒരു കുട്ടി ഒരു ഫാത്തിഹ ഓതിയാൽ അതിന്റെ കൂലി നമുക്ക്. ഒരു പള്ളിക്ക് വേണ്ടി ചോദിക്കന്നെ. അപ്പൊ ചില സ്ഥലത്ത് പരിപാടിക്ക് പോയിട്ട് പിരിവില്ലെങ്കിൽ നമുക്കൊരു റാഹത്ത് കിട്ടൂല. അത് കാരണം അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിന്റെ കൂലി നമുക്ക്. പള്ളിക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി കുറെ ആൾ തന്ന് പള്ളി ഉണ്ടായെന്ന് കരുതുക, അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ച കൂലി നമുക്ക് കിട്ടും. കൊടുത്താക്കും കിട്ടും, ഞമ്മക്കും കിട്ടും. ചോദിക്കുക എന്നുള്ളത് അതൊരു വിഷമമുള്ള കാര്യമല്ല. നമ്മളെ സ്വന്തം വ്യക്തിപരമായ ചോദ്യമല്ലട്ടെ പറയണത്. അള്ളാഹു അങ്ങനെ ഒരു ചോദിക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ അള്ളാഹു തരാതിരിക്കട്ടെ. അതാണ് റബ്ബിനോടുള്ള പ്രാർത്ഥന. ഒരിക്കലും ഉണ്ടാകരുത്. ഒരു വാട്സപ്പിലൂടെയോ ഒരു സോഷ്യൽ മീഡിയയിലൂടെയോ സ്വന്തം വിഷയം പറഞ്ഞ് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തരല്ലേ അള്ളാഹിനോട് ചോദിക്കണം. അത് വേണ്ട. സ്വന്തത്തിന് വേണ്ടി ഒരു ചോദ്യം അത് വേണ്ട. ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ തരരുതേ അല്ലാ എന്നാണ് സാധുവായ എന്റെ പ്രാർത്ഥന. പക്ഷെ ചോദിക്കണം. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി ചോദിക്കണം. കിട്ടുന്നത് അൽഹംദുലില്ലാഹ് അഹ്ലു ബൈത്തിലെ പാവപ്പെട്ട സാദാത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ചോദിച്ചു, തന്നു. തരാനുള്ളവരൊക്കെ തന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഉണ്ടായ ഗുണം എന്താണ്? ഇന്ന് ഞാനൊരു ഒരു സയ്യിദ് കുടുംബത്തിന് ഒരു മെസ്സേജ് കണ്ടു. അൽഹംദുലില്ലാഹ്. ഉസ്താദെ, ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല റാഹത്തിലൊരു നോമ്പ് നോക്കി ഉസ്താദെ. ഞങ്ങൾ നല്ല റാഹത്തോടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഉസ്താദെ. കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷാണ്, മനസ്സിന് എന്തൊരു റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ആ സയ്യിദ് കുടുംബം, ആ ബീവിമാരും ആ മക്കളും ഒക്കെ നല്ല റാഹത്തില് ഒരു ലീസുകാരന്റെയും മുഖം കാണണ്ട, ഒരു വാടകക്കാരന്റെയും മുഖം കാണണ്ട, അവരെ വിഷയം കേൾക്കണ്ട. സ്വന്തമായൊരു വീട്, ആ വീട്ടിൽ അവര് ആനന്ദത്തോടെ കിടന്നുറങ്ങുകയാണ്. അപ്പൊ അതിനൊരു കാരണമായി നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കണത് വേറെ വിഷയം. ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിലൊക്കെ വെറുതെയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഷെയ്ഖുന ഈ സുലൈമാൻ ഉസ്താദ് കണ്ടപ്പോഴേക്ക് പറഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരെയുള്ള ദുആകളാണ്. അള്ളാഹ് കബൂൽ ചെയ്യണം. എന്ത് വലിയ അമലായാലും. കഅബ നിർമ്മിച്ചിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആയിരുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ സ്വീകരിക്കുക. അപ്പൊ കഅബ നിർമ്മിച്ചിട്ട് പോലും, കഅബയെ നിർമ്മിച്ച കഅബ കൂലിണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കഅബ നിർമ്മിച്ചിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ. നോമ്പ് നോറ്റിട്ട് റബ്ബിനോട് ദുആർക്കണം, സ്വീകരിക്കണേ അല്ലാഹ്. സദഖ കൊടുത്തിട്ട് അല്ലാഹുവിനോട് പറയണം സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് അമല് ചെയ്താൽ അല്ലാഹുവിനോട് പറയണം സ്വീകരിക്കണേ റബ്ബേ. അപ്പൊ അങ്ങനെ ചോദിക്കണം.
ചോദിച്ചാൽ അത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അള്ളാഹിനോട് ചോദിച്ചാൽ ജനങ്ങളോട് ചോദിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ പോയി ചോദിച്ചിട്ട് അത് കിട്ടിയാൽ ആ കിട്ടുന്ന ഉപകാരം എത്ര വലിയ ഗുണമാണ്. അൽഹംദുലില്ലാഹ്. എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ ഈ മദനീയം പരിപാടി കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എത്ര സ്ഥലങ്ങളിൽ എത്ര മദ്രസകൾ, എത്ര സുന്നി സെന്ററുകൾ, എത്ര വിഷയങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും അവിടെ ചോദിച്ച് വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത് വലിയൊരു ഗുണല്ലേ, വലിയൊരു ഉപകാരല്ലേ. മർക്കസിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെ മനോഹരമായ ഒരു ഓഫീസ് കെട്ടിടം കാണാം. അതിൽ വലിയൊരു സംഖ്യ മദനീയം കുടുംബം കൊടുത്തതാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ആ ഓഫീസിൽ എന്തൊക്കെയാ വർക്ക് നടക്കണത്, അതിലെന്തെല്ലാം വിഷയങ്ങളാ നടക്കണത്, എത്ര യതീം മക്കളുടെ ഫയലുകൾ അവിടെ നിന്ന് ശരിയാകുന്നുണ്ട്, എത്ര പാവപ്പെട്ടവർക്ക് അവിടെ സഹായിക്കുന്നുണ്ട്, എത്ര ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള സഹായങ്ങൾ പോകുന്നുണ്ട്, എത്രയോ പള്ളികളുടെ കാര്യങ്ങളും അതിലേക്കുള്ള സംഖ്യകളും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മർക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രസ്ഥാനമല്ല, വലിയൊരു അത്ഭുതകരമായ ഒരു വിഷയമാണ്. ഒരു ദിവസം മർക്കസിൽ നടക്കുന്ന പണികൾ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അത്ര ഓഫീസ് വർക്കർമാർ എന്തൊക്കെ പണികളാണ് അവിടെ എടുക്കുന്നത്, എത്ര കാര്യങ്ങളാണ് ആ ഓഫീസിൽ നിന്ന് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ഈ മദനീയം കുടുംബത്തിന് കിട്ടല്ലേ. ചെറിയ നിസ്സാരമായ കാര്യമാണോ? നമ്മൾ അറിയാതൊരു കൂലി നമുക്കിങ്ങനെ കിട്ടുകയാണ്. അവിടെ നിന്ന് എന്ത് വർക്ക് ചെയ്താലും, ഏത് പാവപ്പെട്ടവരെ സഹായിച്ചാലും, ഏത് മുത്താലിമീങ്ങളുടെ ഇൽമിന്റെ കാര്യത്തിൽ ഇടപെട്ടാലും, ഇൽമ പഠിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്താലും ഒക്കെ അത് ഓഫീസിൽ നിന്നാണ് ചെയ്യണത്. ആ ഓഫീസിൽ നിന്ന് അത് ചെയ്യുമ്പോ അതിന്റെ കൂലി നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര വലിയ കൂലിയാണ്. അപ്പൊ അതൊക്കെ ലഭിക്കണമെങ്കിലാണ്, അതിനാണ് നമ്മൾ ഈ ചോദിക്കണത്. വെറുതെ ഏതൊരാള് ചോദിച്ചത്രേ, എന്തിനാണ് എല്ലാ കൊല്ലം പിരിവെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ച അയാളോട്, ആ ചോദിച്ച ആളോട് ഞാൻ ചോദിച്ചു, അയാൾ 8 ദിവസം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അയാൾക്ക് നാളെ ഭക്ഷണം കഴിക്കണ്ടേ? അയാൾക്ക് ഈ കൊല്ലം മാത്രം ഭക്ഷണം കഴിച്ചു, അടുത്ത കൊല്ലം ഭക്ഷണം കഴിക്കണ്ടേ? എന്ത് വിവരക്കേടായി പറയണത്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം കൊടുത്ത പൈസ അതീ കൊല്ലം ഇങ്ങനെ വെച്ചേക്ക. അവിടെ എന്തൊക്കെ പണി നടന്നു, എന്തൊക്കെ കാര്യം നടന്നു, എത്ര ആളുകൾക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടി. അൽഹംദുലില്ലാഹ്. ഇനി പ്രാവശ്യം, ഇനി അടുത്ത വർഷം, അങ്ങനെ ഓരോ വർഷവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി റമദാൻ അതിനുള്ളതാണ്, അതിനും കൂടിയുള്ളതാണ്. റമദാന് അള്ളാഹു കൊടുതിക്ക് വേണ്ടി കൊടുത്തൊരു മാസം കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എത്രയാണ് സദഖകൾ നടക്കുന്നത് ലോകത്ത്, എത്രയാണ് യാ റബ്ബ്, എത്ര പൈസക്കാർ ലോകത്ത്, എത്ര പണക്കാർ റമദാനാകുമ്പോ അവര് കൊടുക്കുകയാണ്. പക്ഷെ റമദാൻ എന്നൊരു മാസം ഇല്ലെങ്കിൽ ആ കൊടുതന്നെ ഉണ്ടാവൂല. എത്രയാ കിറ്റുകള്, എത്രയാ സ്വാന്തന പ്രവർത്തനങ്ങൾ, എത്രയാ വീടുകൾ, എത്രയാ ജനങ്ങൾക്ക് സക്കാത്ത് കിട്ടണ, എത്രയാ കൊടുക്കണത്. ഓരോരുത്തർ കോടിക്കണക്കിന് ഉറുപ്പ കൊടുക്കുകയാണ്. റമദാനല്ലേ കാരണം. റമദാൻ അതിനു കൂടി ഉള്ളതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന വല്ലാത്തൊരു അനുഗ്രഹത്തിന്റെ മാസം, വല്ലാത്തൊരു മാസം. അല്ലാഹ് റബ്ബേ, ഞങ്ങൾക്ക് നീ ധാരാളം കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞാൻ പറയുന്നത് അള്ളാഹിനോട് ചോദിക്കണം. ചോദ്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ട, വലിയ ഇഷ്ട. അതിൽ യാതൊരു പരിധിയില്ല. നമ്മൾ ചിലപ്പോ ചോദിച്ച് ഒരു ദിവസം വന്ന ഒരാള് ഒരു 100 രൂപ തരുമോ, കൊടുത്തു. രണ്ടാമത്തെ ദിവസം വന്ന് ഒരു 100 രൂപ തരുമോ, കൊടുക്കും. മൂന്നാമത്തെ ദിവസം വരും ഒരു 100 രൂപ തരുമോ. ചിലപ്പോ ആദ്യത്തെ 2 വന്ന ദിവസം ചോദിച്ചപ്പനും കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമത്തെ ദിവസം ഒരു നോട്ടായിരിക്കും. ഇന്നലെ കൊടുത്ത്, മിഞ്ഞാന്നും കൊടുത്ത്, എന്നാലും കിടക്കട്ടെ ഞാൻ അന്നും കൊടുക്കും. 4ാമത്തെ ദിവസം വന്നാലോ പോടാന്ന് പറയേ. ഓരോരുത്തരും എപ്പോഴും ഈ ചോദ്യം തന്നെയാ. മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. പക്ഷെ അല്ലാഹ് അങ്ങനെയല്ല. അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു അങ്ങനെയല്ലേ അല്ല. അള്ളാഹു ചോദിക്കുന്തോറും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നലെ ചോദിച്ച്, മിഞ്ഞാന്നും ചോദിച്ച്, 1000 ദിവസം നമ്മൾ ചോദിക്കാൻ തുടങ്ങി. 1000 ദിവസം ആകുമ്പോഴാണ് ചോദിക്കന്നെ, റബ്ബിനോട് ചോദിക്കന്നെ, പിന്നെയും ദുആർക്കന്നെ, പിന്നെയും ദുആർക്കന്നെ, എന്നും ദുആർക്കന്നെ, ഉച്ചക്കും ദുആർക്കുക, രാത്രിയും ദുആ ചെയ്യാം, നീണ്ട സമയം ദുആർക്കുക. അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമാണ്.
അത് ചോദിക്കുമ്പോ അതിന്റെ മര്യാദകളൊക്കെ പാലിച്ച് ചോദിച്ചാൽ ഒന്നും കൂടി ഇഷ്ടാവും. അതിനാണല്ലോ ഫാത്തിഹന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹ് അല്ലേ. മാലികി യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. എല്ലാം കഴിഞ്ഞിട്ട് മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ ഇതാ സഹായം ചോദിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നല്ല വഴിയിലേക്ക് ഞങ്ങളെ നടത്തണേ റബ്ബേ. അപ്പൊ ദുആനൊരു മട്ടുണ്ട്, ആ ചോദ്യത്തിന് ഒരു മട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്ന റബ്ബിനെ ആദ്യമായി നന്നായി ഒന്ന് പുകഴ്ത്തണം. അത് ആ ചോദ്യത്തിന്റെ ഒരു മര്യാദയാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പറയണതാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. ആ ദുആ ഇജാബത്തുള്ള ദുആയാണ്. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കണം. അള്ളാഹ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുക, ധാരാളം ചോദിക്കണം. എല്ലാ രാത്രികളും ധാരാളം ചോദിക്കാൻ സമയം കണ്ടെത്തണം. നമുക്കൊന്നിച്ച് ചോദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദ്വാരക്കാണല്ലോ ആമീൻ പറയാം. മദനീയം പരിപാടിയെ സ്നേഹിച്ച, അതിൽ പങ്കെടുത്തിരുന്ന, അതിനെ സ്ഥിരം പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഖബറിലുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവരുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. എല്ലാ ദോഷങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെയും അവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ, നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ റബ്ബേ. നല്ല മഴ പെയ്യണം നാട്ടില്, നാടുകളിൽ നല്ല മഴ പെയ്യണം. ചൂടിനൊരു പരിഹാരമുണ്ടാകണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ വിഷയങ്ങളും നീ ഭംഗിയിലാക്കി തരണേ അല്ലാ. കൃത്യമായ 5 വക്ത് നിസ്കാരം ജീവിതത്തിൽ മുടങ്ങാതെ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അല്ലാഹുവേ, ആവശ്യമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടുകളിൽ നല്ല മഴ കൊടുക്കണേ റഹ്മാനേ, നല്ല മഴ കൊടുക്കണേ അല്ലാ, നല്ല മഴ നൽകണേ റബ്ബേ. ആവശ്യമായ മഴ കൊടുത്തു നീ സന്തോഷിപ്പിക്കണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ നീ ആസുലാക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ.
ഈമാന് സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാ. ഇസ്സത്തുള്ള ജീവിതം തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ഞങ്ങളുടെ ഏർപ്പാടുകളിലും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാന സമയം നന്നാക്കണേ റഹ്മാനെ. മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ പട്ടിണി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അമലുകളെല്ലാം നീ കബൂല് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. ഞങ്ങൾക്ക് നീ വലിയ സന്തോഷം തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണേ അല്ലാ. ഞങ്ങളിൽ മരിച്ചുപോയവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടേതടക്കമുള്ള ഖബറുകൾ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. രാത്രിൻ്റെ കമന്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും, ഒരാൾ പോലും വെറുതെ സമയം കളയരുത്. എല്ലാവരും പരമാവധി ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്.